നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല അതെ, പിന്നെ പത്മൻ ടീച്ചർക്ക് ഒന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? എങ്ങോട്ടേക്കാ? ആ മനുഷ്യന്റെ അടുക്കളയിലേക്കോ? അതിനേക്കാളും നല്ലത് ഞാൻ വല്ല കൊക്കിലും ചടിച്ചാവുന്നതാ. ജീവൻ പത്മയെ പോലൊരു ശല്യക്കാരനൊന്നും അല്ല. ആഹാ, അല്ലേ പത്മൻ നിന്നെ എന്ത് ശല്യം ചെയ്തെന്ന? അതെ, എനിക്കിപ്പൊ പത്മപുരാണം കേൾക്കാനുള്ള സമയമില്ല. ഓ, അയാൾക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കാൻ അമ്മാവനെ കൊണ്ട് പറ്റൂല്ലയോ? അതോ ഞാൻ ഇനി വെളിയിൽ നിന്ന് വല്ലതും വാങ്ങണോ? അതാ എന്റെ ചോദ്യം. വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് എന്തായാലും പുറത്തു നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കൂ. ആ, വന്ന് കഴിക്കുന്നതോടെ അയാൾ എന്റെ ശത്രുവായിട്ട് മാറരുത്. എന്തെങ്കിലും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നത് ഉണ്ടാക്കണം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്. എടാ, ഞാനേ നിനക്ക് കുടത്തുനിന്ന് കിട്ടിയ ഭൂതമൊന്നും അല്ല. ഒരു കാര്യം ചെയ്, നീ നിന്റെ ജോലി ചെയ്, ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ആ, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ വേണ്ടേ, നീ ഒന്നും ചെയ്യണ്ടേ. ഇനി അഥവാ എനിക്ക് സഹായം വേണമെങ്കിൽ ഞാനേ വേറെ ആരെങ്കിലും വിളിച്ചോളാം. വേറെ ആരെങ്കിലും? അതാരാ? അതാര്? കൊള്ളാവുന്ന ജോലിക്കാരെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അതോ ഇനി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് എനിക്ക് വല്ല പെണ്ണ് കാണാനും സംഘടിപ്പിക്കോ? അയ്യേ, അല്ല, അമ്മാവനായതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ പൊന്നുമോനെ, നീ ചെന്ന് നിന്റെ ജോലി ചെയ് കേട്ടാ. ഞാൻ എന്തായാലും നിന്റെ ഗസ്റ്റിന് മോശമൊന്നും വരുത്തൂല. ആ, പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ ആ മോഹന്റെ കടയിൽ വിളിച്ചു പറഞ്ഞേക്കാം. അതെങ്കിലും മേടിച്ചോണ്ട് വരുവോ? ആ, വാങ്ങിക്കൊണ്ട് വരാം. ആ, ചെല്ല് പോടേ. ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം, പക്ഷേ സഹായത്തിന് ഞാൻ പത്മൻ ടീച്ചറെ തന്നെ വിളിക്കും. വഴക്കിട്ടതില് ഒരാളോട് പരിഹാരം ചെയ്യാങ്കി പത്മൻ ടീച്ചറോടും പരിഹാരം ചെയ്യാം. അതിനെന്താ ഒരു വഴി? എന്താ മോളെ, നീ വലിയ കണക്കുകൂട്ടലിലാണല്ലോ. അമ്മേ, ഈ മാസം ചെലവ് ഇത്തിരി കൂടുതലാട്ടോ. അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. നമ്മള് പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്തിനാ? സാധനങ്ങൾ വാങ്ങിക്കുന്ന കടക്കാരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. വില കൂട്ടല്. ഇങ്ങനെ പോയാലേ ഒന്നും മിച്ചം പിടിക്കാനൊന്നും കാണില്ല. മിച്ചം പിടിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ആദ്യം കാര്യങ്ങളൊക്കെ നന്നായി പോട്ടെ. അതെ, അല്ല അമ്മയും മോളും എന്താ രാവിലെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അമ്മാവന്റെ കൈക്ക് എന്ത് പറ്റി? അതൊന്നും പറയണ്ട മോളെ. അവിടെ ഒരുത്തനുണ്ടല്ലോ, ഹരി. അയാള് വെട്ടിയതാണോ? അയ്യോ, അവൻ വെട്ടിയൊന്നും അല്ല മോളെ. എനിക്ക് അടുക്കള പണി പതുക്കെ ചെയ്യാനേ അറിയൂ. അവൻ വന്നിട്ട് വേഗമാകട്ടെ വേഗമാകട്ടെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് അങ്ങോട്ട് ചെയ്യും. ഏത് അപ്പതേ കൈ അങ്ങ് ഒരുപാട് മുറിഞ്ഞു മോളെ. അയ്യോ, മുറിവ് ഒരുപാടുണ്ടോ? അയ്യോ, ഡോക്ടറുടെ അടുത്ത് പോണോ? അല്ല, അത് സാരമില്ല. ഇതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കൊള്ളും. ഏത് കൈ മുറിഞ്ഞത് കണ്ടിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല, ദുഷ്ടനല്ലേ? മോളെ, ഇപ്പോ കൈ മുറിഞ്ഞു വന്നല്ല പ്രശ്നം. ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അവൻ ഒരാളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരിക്കുക. ഞാനാണെങ്കിൽ എല്ലാം വെച്ചുണ്ടാക്കിക്കൊള്ളാം, അത് സമ്മതിക്കുകയും ചെയ്ത്. അതിനിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ പോരെ? അയ്യോ, അതിപ്പോ നന്നായി മോളെ.
പറ്റൂലെന്ന് ഞാൻ പറഞ്ഞാലേ അവൻ കലി തൊള്ളുന്നത് ഞാൻ കാണേണ്ടി വരും. എങ്കില് ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ഭക്ഷണം വെക്കുന്ന കൂട്ടത്തില് നിങ്ങൾക്കുള്ളത് കൂടി വെക്കാം. അയ്യോ അത് വരുന്ന ആൾക്ക് അത് കൊടുത്താ മതിയല്ലോ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അയാൾക്ക് ആരെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കോ? അതല്ല സുജാതെ, നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. സാധനങ്ങളൊക്കെ ഞാനേ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ചെറിയ സഹായം കിട്ടിയ ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തു തീർത്തോളാം. അല്ല അതെ, പിന്നെ പത്മ ടീച്ചർക്ക് ഒന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? എങ്ങോട്ടേക്കാ? ആ മനുഷ്യന്റെ അടുക്കളയിലേക്കോ? അതിനേക്കാളും നല്ലത് ഞാൻ വല്ല കൊക്കിലും ചടിച്ചാവുന്നതാ. അശ്ശോ മോളെ, ഒരു കാര്യം ഉറപ്പ് പറയാം, അവൻ അങ്ങോട്ടൊന്നും വരത്തില്ല. അവൻ വരും മുമ്പേ ദാന്ന് പറഞ്ഞ് എല്ലാ പണിയും നമുക്ക് തീർക്കാം. ഒന്ന് ചെല്ലു മോളെ. ഒന്ന് വാ മോളെ. ഞാൻ വരില്ല. അമ്മാവനെ സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഇടയിൽ എങ്ങനെ അയാൾ കയറിയല്ലേ, ഞാൻ വെച്ചതും തിളപ്പിച്ചതും ഒക്കെ എടുത്ത് അയാളുടെ തലയിൽ കൂടെ ഒഴിക്കും. അയ്യോ, നീ എന്തൊക്കെയാ പറയുന്നത്? അയൽപ്പക്കക്കാരാവുമ്പോ ചെറിയ സഹായമൊക്കെ ചെയ്യേണ്ടി വരും. അമ്മാവൻ വന്ന് വിളിച്ചിട്ടല്ലേ, ഒന്ന് കൂടെ ചെല്ല്. ഹരിക്കല്ലല്ലോ വെച്ചുണ്ടാക്കുന്നത്, വരുന്ന ഗസ്റ്റിനല്ലേ. അതെ, ഒന്ന് വാ മോളെ. ശരി, ഞാൻ വരാം. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായാലേ ഞാൻ കറുക്കത്തി എടുത്ത് അയാളുടെ പള്ളക്കി കയറ്റും. സമ്മതിച്ചോ? അതെങ്ങനെ ഞാൻ സമ്മതിച്ചിരുന്നേ മോളെ? ദേ കത്തിയൊന്നും വേണ്ട. എന്തെങ്കിലും വിഷയം ഉണ്ടായ മോളിങ്ങോട്ട് പോന്നോളൂ. ശരി, ഞാൻ വരാം. പൊയ്ക്കോളൂ, അവള് വന്നോളൂ. മോളെ ഓ ശരി. ഓർക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്യേണ്ടി വരില്ലേ ജീവിതത്തില്? അങ്ങനെ കൂട്ടിയാ മതി. ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയാണല്ലോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. പത്മ ടീച്ചർ ഒന്ന് അടുക്കള കയറട്ടെ. അടുക്കളയിൽ നിന്ന് അവന്റെ മനസ്സിലോട്ട് പിന്നെ കയറാനാണോ പ്രയാസം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.